ഹായ് ഓൾ. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും എങ്ങനെയാണ് അതിന്റെ വർക്കിംഗും സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് IPO എന്നും എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് എന്നും നമ്മൾ പഠിച്ചു. എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഏതിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൽ മാത്രം അല്ലേ, അതിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ കമ്പനീസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. പക്ഷേ കമ്പനീസ് എന്ന് വരുമ്പോൾ നമുക്ക് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്ചേഞ്ചുകളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്ന് NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ടാമതായി വരുന്നതാണ് BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് അങ്ങനെ രണ്ട് എക്സ്ചേഞ്ചുകളുണ്ട്. ഏതിൽ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. NSEയുടെ കീഴിൽ ഏകദേശം 2200ഓളം കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് പബ്ലിക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിലാണെങ്കിൽ 5000ഓളം കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു എക്സ്ചേഞ്ച് കൂടിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1800കൾ തൊട്ട് ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5000ഓളം കമ്പനീസ് ഉണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2000ഓളം കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഗ്രേ മാർക്കറ്റ് എന്നാ പറയാ. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതൊക്കെ കുറച്ച് റിസ്ക് കൂടിയ ഗെയിമാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമുക്കത് മെല്ലെ മെല്ലെ പഠിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് എത്താം. അപ്പോൾ അതിനു മുൻപ് NSE എന്താണ്, BSE എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. രണ്ട് എക്സ്ചേഞ്ചുകളാണ്, നമ്മുടെ മാർക്കറ്റിലുള്ള രണ്ട് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഈ ഒരു NSEയുടെ കീഴിൽ പറഞ്ഞതുപോലെ 2200ഓളം കമ്പനീസും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിൽ 5000ഓളം കമ്പനീസും ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതില് നമ്മൾ എന്നല്ല, പുറത്തുള്ള ഒരാൾ, അതായത് രാജ്യത്തിന്റെ പുറത്തുള്ള ഒരാളാവട്ടെ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമാവട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ആവട്ടെ, ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പോസിറ്റീവ് ആണോ? അതായത് ഷെയറുകളെല്ലാം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടോ, അതോ മോശം പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഇതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ NSEയുടെ കീഴിലുള്ള 1200 സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ 2200 സ്റ്റോക്കുകൾ എടുത്തിട്ട് ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ഇതിലുള്ള 2000 കമ്പനീസ്, ഇതിലുള്ള 5000 കമ്പനീസ് ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ വീക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ Nifty 50 കാണാം, സെൻസെക്സ് കാണാം, ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചികയാണ് ഈ Nifty 50. അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് Nifty 50യും സെൻസെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. അതായത് ഒരു സൂചിക, നമുക്കൊരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് മാത്രമാണ് ഈ Nifty 50യും സെൻസെക്സും. Nifty 50യിൽ പറയുന്നത് പോലെ തന്നെ ടോപ്പായിട്ടുള്ള, അതായത് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിലെ ടോപ്പായിട്ടുള്ള 50 കമ്പനീസ് അതിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് ഈ Nifty 50 മൂവ് ചെയ്യുക. അതായത് ഒരു മാർക്കറ്റിലെ ടോപ്പായിട്ടുള്ള 50 കമ്പനീസ് ഏത് ഡയറക്ഷൻ ആണോ മൂവ് ചെയ്യുന്നത്, ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഓവറോൾ നമ്മുടെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ മാർക്കറ്റിനോടുള്ള ആ ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ബൈ ചെയ്യണോ ഇല്ലെങ്കിൽ സെല് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കല്, അത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
അതായത് നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസിനസ് പേജ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഇത്ര പോയിന്റ് താഴ്ന്നു, സെൻസെക്സ് ഇത്ര പോയിന്റ് താഴ്ന്നു, നിഫ്റ്റി ഇത്ര പോയിന്റ് ഗെയിൻ ചെയ്തു, മേലോട്ട് കയറി, സെൻസെക്സ് മേലോട്ട് കയറി, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നെഗറ്റീവ് ആണ്, നെഗറ്റീവില് റെഡ് കളറിൽ ഇത്ര പോയിന്റ് താഴ്ന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ലൈവായിട്ടുള്ള നമുക്ക് കിട്ടും. അപ്പോൾ ഇത്ര പോയിന്റ് താഴ്ന്നു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് റെഡിലാണ് കാണിക്കുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ടാണ്, മാർക്കറ്റ് പെർഫോമൻസ്, അതായത് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മോശമാണ്. അതുപോലെ ഗ്രീനിൽ പ്ലസ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് മാർക്കറ്റ് മേലോട്ട് കയറിയതാണ്, മാർക്കറ്റ് മേലോട്ട് കയറിയതാണ്. ഇതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിഫ്റ്റിയും സെൻസെക്സും കാര്യങ്ങളൊക്കെ ഇത്ര പോയിന്റ് താഴ്ന്നു, ഇത്ര പോയിന്റ് മേലോട്ട് കയറി, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇത്ര പോയിന്റ് മേലോട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി എന്താണെന്ന് സംശയം വരും, അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അതെല്ലാം സെക്ടോറൽ ഇൻഡെക്സുകളാണ്, അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നിഫ്റ്റി 50, അതായത് 50 സ്റ്റോക്കുകൾ, NSEയിലുള്ള ടോപ്പ് ആയിട്ടുള്ള 50 സ്റ്റോക്കുകളുടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് എങ്ങനെയാണോ ആ ആവറേജിനനുസരിച്ചിട്ടാണ് ഈ നിഫ്റ്റി 50 മൂവ് ആവുക. അതിന് ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ 50 സ്റ്റോക്കുകളുടെ ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ നിഫ്റ്റി 50 കാണാൻ പറ്റുക. അതുപോലെ BSEയുടെ കീഴിലുള്ള ഇൻഡെക്സ് ആയ സെൻസെക്സ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള 30 കമ്പനീസ്, BSEയുടെ കീഴിലുള്ള ടോപ്പിലുള്ള 30 കമ്പനീസ്, നമുക്ക് 5000 സ്റ്റോക്കുകൾ വാച്ച് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് നമുക്ക് ഈ നിഫ്റ്റി 50 സെൻസെക്സും വന്നിരിക്കുന്നത്. സെൻസെക്സിൽ ടോപ്പ് ആയിട്ടുള്ള 30 കമ്പനീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഈ സെൻസെക്സ് മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഏത് ഡയറക്ഷൻ ആണ്, മേലോട്ടാണോ താഴോട്ടാണോ, അല്ല കുറെ കാലമായിട്ട് സൈഡ് വേസ് ആണോ, അതോ ഇന്ന് സൈഡ് വേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് ഒക്കെ വാച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിപ്പോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നിഫ്റ്റി 50 സെൻസെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ചാർട്ട് എന്താണ്, ക്യാൻഡിൽസ് എന്താണ്, ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അതായത് ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ റെഡ് ഗ്രീൻ ആയിട്ട് നമ്മൾ കാണില്ലേ, അതാണ് ക്യാൻഡിൽസ്. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ ഈ നിഫ്റ്റി 50 എന്താണ്, സെൻസെക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സൂചിക, അത്രേ ഉള്ളൂ. സൂചികയാണ് ഈ നിഫ്റ്റി 50 സെൻസെക്സും. ഇതിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇത് വാങ്ങി വെക്കാൻ പറ്റില്ല. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അതിന് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഈ ഒരു നിഫ്റ്റി 50 സെൻസെക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട, നമ്മളിപ്പോൾ സ്റ്റോക്സിന്റെ കാര്യങ്ങൾ ആദ്യം ഇനീഷ്യലി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സുകൾ എന്താണ് വ്യക്തമായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ എവിടെയാണോ കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് അത് ഒരിക്കൽ കൂടി വാച്ച് ചെയ്യുക. പിന്നെ ഇതിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NSEയിൽ 2000-ഓളം കമ്പനീസ് ഉണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പറഞ്ഞതുപോലെ 5000-ഓളം കമ്പനീസ് ഉണ്ട്. ഈ BSEയിലുള്ള 5000-ഓളം കമ്പനീസിൽ ഭൂരിഭാഗവും NSEയിലുള്ളത് തന്നെയാണ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ വരണ്ട. NSEയിൽ 2000, BSEയിൽ 5000, ടോട്ടൽ 7000 കമ്പനീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം BSEയിലുള്ള മെജോറിറ്റി സ്റ്റോക്കുകളും NSEയിലുണ്ട്. NSEയിലും BSEയിലും ഇപ്പോൾ തനിച്ച് BSEയിൽ മാത്രം അല്ലെങ്കിൽ NSEയിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കം സ്റ്റോക്കുകൾ മാത്രമേ അങ്ങനെ ഒന്നിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ സ്റ്റോക്കുകളായ റിലയൻസ് ഇല്ലെങ്കിൽ HDFC, SBI, ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള വലിയ വലിയ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, ഈ സ്റ്റോക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടിലും ഉണ്ടാവും. NSEയിലും BSEയിലും ഒരുപോലെ ഉണ്ടാവും. അതും ഈ സെൻസെക്സ് ഞാൻ പറഞ്ഞല്ലോ, സെൻസെക്സിൽ ടോപ്പ് 30 കമ്പനീസ് ആണ്. നിഫ്റ്റി 50യിൽ ടോപ്പ് 50 കമ്പനീസിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിഫ്റ്റി 50 മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഈ നിഫ്റ്റി 50യിലെ ടോപ്പ് 30 കമ്പനികൾ തന്നെയായിരിക്കും, ടോപ്പ് 50 കമ്പനികളുടെ ആ ഒരു കമ്പനികളുടെ ഷെയർ ഉണ്ടല്ലോ, അതിന്റെ മൂവ്മെന്റ്, അതാണല്ലോ ഈ ഒരു നിഫ്റ്റി മൂവ് ചെയ്യുന്നത്, അതിന്റെ ഒരു ആവറേജ്. അപ്പോൾ ഇതിൽ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളെല്ലാം ഈ സെൻസെക്സിലും കാണാൻ ഇടയാവും.
ഇടയാവും എന്നല്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ സെൻസെക്സിലെ ടോപ്പ് 30 കമ്പനീസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സ്റ്റോക്കുകളില്ലേ, അതെല്ലാം സെൻസെക്സിന്റെ ടോപ്പ് 30 ഉണ്ടാവും. നിഫ്റ്റി 50-യിലാണെങ്കിലും ടോപ്പ് 10-ന്റെ ഉള്ളിൽ തന്നെ അതുണ്ടാവും ആ സ്റ്റോക്കുകൾ, ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോക്കുകൾ. ഓക്കെ, ടോപ്പ് 10 ടോപ്പ് 20-ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇപ്പോൾ മേലോട്ടാണെങ്കിൽ ചിലപ്പോൾ രണ്ടും മേലോട്ട് തന്നെയായിരിക്കും, താഴോട്ടാണെങ്കിൽ രണ്ടും താഴോട്ട് തന്നെയായിരിക്കും. അങ്ങനെ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നത് വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അതേപോലെ BSEന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെൻസെക്സ് വാച്ച് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് അതിൽ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കുക. ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്, പിന്നെ ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്. ഇത് രണ്ടും നമുക്ക് തനിച്ച് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതെന്താണ് ടെക്നിക്കലി, എന്താണ് ഫണ്ടമെന്റൽ എന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഇൻഡെക്സും അതുപോലെ എക്സ്ചേഞ്ച് ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ പഠിച്ച 2 കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതായത് കാര്യങ്ങൾ നമ്മൾ 2 വീഡിയോകളിലായിട്ട് പഠിച്ച കണ്ടന്റുകൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 3rd വീഡിയോയിൽ പുതിയൊരു കണ്ടന്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ അവിടെ വന്നിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ മാർക്കറ്റിനോടുള്ള എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു കണ്ടന്റായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.